ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആഡ്രിയൻ റിച്ചിൻ്റെ ഡൈവിംഗ് ഇൻ ടു ദ വ്രക്ക് എന്ന പോയത്തെക്കുറിച്ചാണ്. ആഡ്രിയൻ റിച്ച് 1929 to 2012 was one of foremost public intellectuals of America. Her career spanned over through poetry and essays for almost 7 decades. One would be able to assess different levels of growth while going through the works of Rich. Towards the 60s and 70s, her writing was loaded with political and feminist strains. Her work centered around identity, sexuality and politics. ആഡ്രിയൻ റിച്ച് 1929 ജനിക്കുന്നത്. 2012 അവർ അന്തരിച്ചു. അമേരിക്കയിലെ പൊതുബുദ്ധിജീവികളിൽ പ്രമുഖയായിരുന്നു അവർ. ഏതാണ്ട് 7 പതിറ്റാണ്ടുകളോളം കവിതകളിലൂടെയും ലേഖനങ്ങളിലൂടെയും അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു. റിച്ചിൻ്റെ സൃഷ്ടികളിലൂടെ കടന്നു പോകുമ്പോൾ വളർച്ചയുടെ വിവിധ തലങ്ങളെ വിലയിരുത്താൻ ഒരാൾക്ക് കഴിയും. 60കളിലും 70കളിലും അവരുടെ എഴുത്ത് രാഷ്ട്രീയവും സ്ത്രീപക്ഷവുമായ സമ്മർദ്ദങ്ങളാൽ നിറഞ്ഞിരുന്നു. അവരുടെ കൃതികളുള്ള തീമുകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷുവാലിറ്റി, പൊളിറ്റിക്സ്, ഐഡൻറ്റിറ്റി എന്നിവയെ കേന്ദ്രീകൃതമാക്കിയിട്ടുള്ളതായിരുന്നു. Diving into the Wreck appeared in a collections with the same title in 1973. At a glance, the poem deals with the way in which the narrator perceives a shipwreck while she was getting ready to dive into the sea. The image of a woman getting ready to jump into the sea worked metaphorically in order to suggest the liberations of women. Diving in the Wreck 1973 ഈ ഒരു ടൈറ്റിലിൽ തന്നെ ഇത് മറ്റൊരു ശേഖരത്തിൽ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റ നോട്ടത്തിൽ കടലിൽ മുങ്ങാൻ ഒരുങ്ങുമ്പോൾ ഒരു കപ്പൽ തകർച്ചയെ ഈ ഒരു നെറേറ്റർ മനസ്സിലാക്കുന്ന രീതിയാണ് കവിത കൈകാര്യം ചെയ്യുന്നത്. കടലിൽ ചാടാൻ ഒരുങ്ങുന്ന ഒരു സ്ത്രീയുടെ ചരിത്രം, സ്ത്രീ വിമോചനം നിർദ്ദേശിക്കുന്നതായി ഇതിലെ ഒരു മെറ്റഫറിക്കലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കടലിൽ ചാടാൻ ഒരുങ്ങുന്ന ഒരു സ്ത്രീയുടെ ചിത്രം, ആ ഒരു സ്ത്രീയുടെ ലിബറേഷനെ ആണ് അത് സൂചിപ്പിക്കുന്നതെന്ന് എന്നാണ് പറയുന്നത്. The very first stanza gives the hint about the narrator. By this we do not mean that she is getting ready to jump into the sea. This is so plain that it needs no further explanation. Yet there is a line that suggests that the narrator is alone. This may be extended to refer to all the women out there who are alone in some way or other. In other words, she is devoid of outside help, and all that she has to do everything alone. There is a description of the paraphernalia as she gets ready to go ahead. The narrator seemed to be someone careful about the order of things. The book of myths, as mentioned in the first line, may be treated as a harbinger. This sets the scene of the incident and things which are to appear later in the poem. The book talks about the myths. Almost all the myths do contain instances of women subjugated by men. An extended reading can give the idea that she has understood her past and gets ready to document the present now. There is a historical references to Jacques Cousteau, who was famous for his documentaries. She suggests that while someone like Cousteau had an energetic team, she had none with her. ആദ്യ സ്റ്റാൻസ തന്നെ ആ ഒരു നരേറ്ററെ കുറിച്ചുള്ള സൂചന നൽകുന്നു. അവർ കടലിൽ ചാടാൻ ഒരുങ്ങുകയാണെന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വളരെ വ്യക്തമാണ്. ഇതിന് കൂടുതൽ വിശദീകരണമൊന്നും ആവശ്യമില്ല. എങ്കിലും ആ ഒരു നരേറ്റർ തനിച്ചാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒറ്റയ്ക്കിരിക്കുന്ന അവിടെയുള്ള എല്ലാ സ്ത്രീകളെയും പരാമർശിക്കാൻ ഇത് വിപുലീകരിക്കാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് പുറത്തു നിന്നുള്ള സഹായമില്ല. അവൾക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അവൾ മുന്നോട്ട് പോകാനൊരുങ്ങുമ്പോൾ സാമഗ്രികളുടെ വിവരണമുണ്ട്. നരേറ്റർ കാര്യങ്ങളുടെ ക്രമം ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് തോന്നി. ആദ്യ വരികൾ സൂചിപ്പിച്ചതുപോലെ പുരാണങ്ങളുടെ പുസ്തകം ഒരു മുൻകരുതലായി പരിഗണിക്കുന്നു. കവിതയിൽ പിന്നീട് വരാനിരിക്കുന്ന സംഭവങ്ങൾക്കും കാര്യങ്ങൾക്കും ഇത് വേദിയൊരുക്കുന്നു. പരസ്പരം മിഥ്യകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മിക്കവാറും എല്ലാ കെട്ടുകഥകളിലും സ്ത്രീകളെ പുരുഷന്മാർക്ക് കീഴ്പ്പെടുത്തുന്ന സംഭവങ്ങൾ അടങ്ങിയിരിക്കുന്നു. അവൾ തൻ്റെ ഭൂതകാലം മനസ്സിലാക്കി ഇപ്പോൾ വർത്തമാനം രേഖപ്പെടുത്താൻ തയ്യാറെടുക്കുന്നു എന്ന ആശയം ഒരു വിപുലമായ വായനയ്ക്ക് നൽകും. ഡോക്യുമെൻ്ററികളിലൂടെ പ്രശസ്തനായ ജാക്ക് കുസ്റ്റോയെക്കുറിച്ച് ചരിത്രപരമായ ഒരു പരാമർശമുണ്ട്. കുസ്റ്റോയെ പോലെയുള്ള ഒരാൾക്ക് ഊർജ്ജസ്വലമായ ഒരു ടീം ഉണ്ടായിരുന്നെങ്കിലും അവൾക്കൊപ്പം ആരുമില്ലായിരുന്നുവെന്ന് അവർ അഭിപ്രായപ്പെടുന്നു.
Now the second stanza brings another metaphor along with it, the ladder used by the poet on first explorations and investigation. The people who haven't used the ladder do not know why is it used there. For them, it is a simple maritime flaws and nothing more. But for the experienced, it is more than a sundry equipment. അപ്പോൾ രണ്ടാമത്തെ സ്റ്റാൻസയും അതിനോടൊപ്പം മറ്റൊരു രൂപവും കൊണ്ടുവരുന്നു. കവി ഉപയോഗിച്ച ലാഡർ അഥവാ ഗോവണി പര്യവേക്ഷണത്തെയും അന്വേഷണത്തെയും സൂചിപ്പിക്കുന്നു. ഗോവണി ഉപയോഗിക്കാത്ത ആളുകൾക്ക് അത് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയില്ല. എന്നാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ലളിതമായ മാരിടൈം ഫ്ലോസ് ആണ്. അതിൽ കൂടുതലൊന്നും ഇല്ല. എന്നാൽ അനുഭവ പരിചയമുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് പലതരം ഉപകരണങ്ങളെക്കാൾ കൂടുതലാണ്. The third stanza reveals the image suggesting the triviality of human pains. If the explorations is a never-ending one, the one who participated in such a quest is nothing less than an insect. The repeated line, I go down, refers to the descent here. The narrator goes down but reflecting the previous idea. There is nobody to tell her when will the ocean begin. മൂന്നാമത്തെ സ്റ്റാൻസയിൽ മനുഷ്യരുടെ നിസ്സാരതയെയാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. പര്യവേക്ഷണം ഒരിക്കലും അവസാനിക്കാത്ത ഒന്നാണെങ്കിൽ അത്തരമൊരു അന്വേഷണത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു ഷഡ്പഥത്തിൽ കുറവല്ല. ആവർത്തിച്ചുള്ള വരി താഴേക്ക് ഇവിടെ പോകുന്നു. അതൊരു ഇറക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. നരേറ്റർ പോകുന്നു, ഞാൻ താഴേക്ക്, പക്ഷേ മുമ്പത്തെ ആശയം പ്രതിഫലിപ്പിക്കുന്നു. സമുദ്രം എപ്പോൾ ആരംഭിക്കുമെന്ന് അവളോട് പറയാൻ ആരുമില്ല. It is in the fourth stanza that we see the narrator finally entering the water. She no longer feels the play of power once inside water. Yet again there comes the repeated idea that she is alone. I have to learn alone. The shift in the poem starts with the fifth stanza. The narrator forgot why she entered the sea, and all since she get immersed in some other thoughts. നാലാമത്തെ സ്റ്റാൻസയിലാണ് കഥാകാരൻ ഒടുവിൽ വെള്ളത്തിലിറങ്ങുന്നത് കാണുന്നത്. വെള്ളത്തിനുള്ളിൽ ഒരിക്കൽ ശക്തിയുടെ കളി അവൾക്ക് അനുഭവപ്പെട്ടില്ല. എന്നിട്ടും അവൾ തനിച്ചാണെന്ന ചിന്ത വീണ്ടും ആവർത്തിച്ചു വരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പഠിക്കണം. അഞ്ചാമത്തെ സ്റ്റാൻസിൽ നിന്നാണ് കവിതയിലെ മാറ്റം ആരംഭിക്കുന്നത്. അവൾക്ക് മറ്റു പല ചിന്തകളിൽ മുഴുകുന്നതിനാൽ അവൾ എന്തിനാണ് കടലിൽ പ്രവേശിച്ചതെന്ന് കഥാകാരി മറക്കുന്നു. The explorations begins with the following lines. The references to words being the maps and purposes suggest that they act as a signpost. The wreck might deal with history here. History is full of wrecks, but there are treasures too. The narrator seems to search for something more important, something permanent in the dark. In the following lines, we again confront the myths. The very first lines had suggested that the narrator was finished with myths and books. The same idea is repeated here with an assertion. She has come for the things itself and not the myth. പര്യവേഷണം ആരംഭിക്കുന്നത് ഇനി പറയുന്ന വരികളിൽ നിന്നാണ്. പദങ്ങൾ ഭൂപടങ്ങളും ഉദ്ദേശ്യങ്ങളുമാണെന്ന പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നത് അവ സൂചനാ ബോർഡുകളായി പ്രവർത്തിക്കുന്നു എന്നാണ്. അവശിഷ്ടങ്ങൾ ഇവിടെ ചരിത്രത്തെ കൈകാര്യം ചെയ്തേക്കാം. ചരിത്രത്തിൽ അവശിഷ്ടങ്ങൾ നിറഞ്ഞതാണ്, പക്ഷേ നിധികളുമുണ്ട്. ആഖ്യാതാവ് കൂടുതൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും, ഇരുട്ടിൽ ശാശ്വതമായ എന്തെങ്കിലും തിരയുന്നതായി തോന്നുന്നു. തുടർന്നുള്ള വരികളിൽ നമ്മൾ വീണ്ടും കെട്ടുകഥകളെ അഭിമുഖീകരിക്കുന്നു. പുരാണങ്ങളും പുസ്തകങ്ങളും കൊണ്ട് നരേറ്റർ അവസാനിച്ചുവെന്ന് ആദ്യ വരികൾ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതേ ആശയം ഒരു ഉറപ്പോടെ ഇവിടെ ആവർത്തിക്കുന്നു. അവൾ വന്നത് കാര്യത്തിനാണ്, മിഥ്യയ്ക്കല്ല. The next stanza splits the speakers into two. So far, there was only one narrator, but suddenly they drift into someone else too. We are confronted with a mermaid, might be suggesting the narrator is herself and a merman. Both of them are identified to each other. I am she, I am he. അടുത്ത സ്റ്റാൻസയിൽ സ്പീക്കറെ രണ്ടായി വിഭജിക്കുന്നുണ്ട്. ഇതുവരെ അവിടെ ഒരു നാരേറ്റർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ പെട്ടെന്ന് അതിലേക്ക് ഒഴുകുന്നു. മറ്റൊരാൾ കൂടി. ഞങ്ങൾ ഒരു മത്സ്യകന്യകയെ അഭിമുഖീകരിക്കുന്നു. ആഖ്യാതാവിനെ തന്നെ നിർദ്ദേശിക്കുന്നതായിരിക്കാം അത്. ഒരു മെർമാനും മത്സ്യകന്യകൻ. അവ രണ്ടു പരസ്പരം തിരിച്ചറിയപ്പെട്ടിരിക്കുന്നു. ഞാൻ, അവൾ, ഞാൻ, അവൻ. The following stanza bring a lot of imagery to the poem. Diving deeper into the sea, the shipwreck is further seen through the eyes of the narrator. In other words, all these instruments were usable once, but they were later slowly moved to the marines. Those instruments which were once inevitable became rusted. താഴെ കൊടുത്തിരിക്കുന്ന വാക്യം കവിതയ്ക്ക് ധാരാളം ഇമേജറി കൊണ്ടുവരുന്നുണ്ട്. കടലിലേക്ക് കൂടുതൽ ആഴത്തിൽ മുങ്ങുമ്പോൾ കപ്പൽ തകർച്ച കഥാകാരൻ്റെ കണ്ണുകളിൽ കൂടി കാണുന്നുണ്ട്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഉപകരണങ്ങളെല്ലാം ഒരിക്കൽ ഉപയോഗിക്കാമായിരുന്നു. എന്നാൽ അവ പിന്നീട് സാവധാനം അരികുകളിലേക്ക് മാറ്റി. ഒരു കാലത്ത് അനിവാര്യമായിരുന്ന
ആ ഉപകരണങ്ങൾ തുരുമ്പെടുത്തു. Everything come back to the square one gradually. They are not sure if it by cowardice or courage that they have returned to the ship. They are back to the scene where their names do not appear at all. They, like many others, have been erased from the annals of history. എല്ലാം ക്രമേണ സമചതുരത്തിലേക്ക് മടങ്ങുന്നു. ഭീരുത്വം കൊണ്ടാണോ അതോ ധൈര്യം കൊണ്ടാണോ അവർ കപ്പലിൽ തിരിച്ചെത്തിയത് എന്ന് ഉറപ്പില്ല. പേരുകളൊന്നും വരാത്ത രംഗത്തേക്ക് അവർ തിരിച്ചെത്തി. അവരും മറ്റു പലരെയും പോലെ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്നും മായ്ച്ചു കളഞ്ഞു.